No. ഹലോ ഇൻ്റർനെറ്റ് വേൾഡ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള എല്ലാവർക്കും മനോജ് 108 എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടൻറ്റ് കേരളത്തിൽ മുണ്ടക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെയധികം ഫേമസും പവർഫുള്ളും ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ പ്രതിഷ്ഠ ഭദ്രയും ദുർഗയുമാണ്. ഇതിൻ്റെ ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എൻ്റർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഈ ക്ഷേത്രം കൊണ്ട് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് എന്ത് പ്രയോജനപ്പെടും, അതാണ് ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത് ഒരു 10-12 വർഷമേ ആയിട്ടുള്ളൂ. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൂജകളുണ്ട്. പക്ഷേ മെയിനായിട്ട് ചൊവ്വയും വെള്ളിയും അവിടെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ജ്യോതിഷപരമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ലഗ്നാധിപനോ 4ാം ഭാവാധിപനോ 7ാം ഭാവാധിപനോ ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനി നോക്കുമ്പോൾ, ചാർട്ട് നോക്കുമ്പോഴത്തേന് ലഗ്നാധിപനോ 4ാം ഭാവാധിപനോ 7ാം ഭാവാധിപനോ ഏതെങ്കിലും രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബലഹീനത ഈ മൂന്ന് ഭാവങ്ങളിലുണ്ടെങ്കിൽ ആ ഭാവങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്താൽ വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടിയ ആ ഗിഫ്റ്റഡ് പാക്കേജ് പ്രോപ്പറായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ മേലാത്ത പല രീതിയിലുള്ള തടസ്സങ്ങളും നമുക്ക് ജീവിതത്തിൽ വരും. അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോഴത്തേന് ആ തടസ്സങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഗ്രഹനില എടുക്കുമ്പോഴത്തേന് 12 ഭാവങ്ങളാണ്. ഈ 12 ഭാവങ്ങളിൽ 12 ഗ്രഹങ്ങൾ, അത് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും, അതുപോലെ തന്നെ ഗ്രഹങ്ങളായ ബുധന്, ശുക്രന്, വ്യാഴം, ശനി, കുജൻ, അതുപോലെ തന്നെ എർത്തിൻ്റെ മാത്തമാറ്റിക്കൽ പോയിൻ്റായ രാഹുവും കേതുവും, പ്ലൂട്ടോ, യുറാനസ്, നെപ്റ്റ്യൂണ്, ഔട്ടർ പ്ലാനറ്റ്. അപ്പം ഇത്രയും ഗ്രഹങ്ങളുടെ സംയോജനമാണ് നമ്മുടെ ഡെസ്റ്റിനി. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയുവാണെങ്കിൽ, ഈ ക്ഷേത്രം ജ്യോതിഷപരമായിട്ട് പറയുവാണെങ്കിൽ ശുക്രനും ചന്ദ്രനും കുജനും ഈ 3 ഗ്രഹങ്ങളെ ബേസ് ചെയ്താണ് ഇവിടുത്തെ പ്രതിഷ്ഠയും വഴിപാടുകളും പൂജകളും ഒക്കെ. അപ്പം ജ്യോതിഷപരമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ലഗ്നഭാവമാണ് 1ാം ഭാവം. ഓക്കെ, അപ്പം മേടം രാശിയുടെ അധിപൻ കുജനാണ്. ഓക്കെ, അതുപോലെ തന്നെ 2ാം ഭാവാധിപൻ്റെ അധിപൻ ശുക്രന്, 3ാം ഭാവാധിപൻ്റെ അധിപന് ബുധൻ, 4ാം ഭാവാധിപൻ്റെ അധിപൻ ചന്ദ്രന്, 5ാം ഭാവാധിപൻ്റെ അധിപൻ സൂര്യന്, 6ാം ഭാവാധിപൻ്റെ അധിപന് ബുധൻ, 7ാം ഭാവാധിപൻ്റെ അധിപൻ ശുക്രൻ, 8ാം ഭാവാധിപൻ്റെ അധിപൻ കുജൻ, 9ാം ഭാവാധിപൻ്റെ അധിപൻ വ്യാഴം, 10ഉം 11ഉം ഭാവാധിപൻ ശനി, 12ാം ഭാവാധിപൻ്റെ അധിപൻ വ്യാഴം. അതുകൊണ്ട് കുജന്, ചന്ദ്രന്, ശുക്രന് ഈ ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ ഈ അമ്പലത്തിലെ ഐതിഹ്യം പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ലഗ്നാധിപനോ 2ാം ഭാവാധിപനോ 4ാം ഭാവാധിപനോ 7ാം ഭാവാധിപനോ 8ാം ഭാവാധിപനോ ഏതെങ്കിലും രീതിയിലുള്ള അഫ്ലിക്ഷനോ അല്ലെങ്കിൽ രാഹുവായിട്ടോ കേതുവായിട്ടോ ഒക്കെ ക്ലോസ് കൺജങ്ഷനൊക്കെ വരുമ്പോഴത്തേന് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേന് പല രീതിയിലുള്ള തടസ്സങ്ങൾ വേണം. അപ്പം നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് നമ്മളിപ്പം ഇതൊക്കെ അനലൈസ് ചെയ്യേണ്ടത് നല്ലതായിട്ട് ജ്യോതിഷം അറിയാവുന്ന ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോയി നിങ്ങളുടെ ബർത്ത് ടൈം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ജ്യോതിഷം നോക്കാവുള്ളൂ. ഓക്കെ, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ വക അമ്പലങ്ങളിൽ, പ്രത്യേകിച്ച് അക്ലറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന അമ്പലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ശുദ്ധിയായിട്ട്, അതുപോലെ തന്നെ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണം, അതുപോലെ തന്നെ
നമ്മൾ ആ അമ്പലത്തിൽ പോയി ഏതെങ്കിലും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആഗ്രഹസിദ്ധി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ അമ്പലത്തെയും അവിടുത്തെ പ്രതിഷ്ഠയും ഒന്നും മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ പോകുമ്പോഴത്തേന് കുജനും ചന്ദ്രനും ശുക്രനുമാണ് ഇതിൻ്റെ ഗ്രഹങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ കുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഗ്നഭാവമാണ്. ലഗ്നത്തിലെ നമ്മുടെ ഓജസ്സും നമ്മളെ മൂവ് ചെയ്യുന്നത് കുജൻ എന്ന പ്ലാനറ്റിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ 4-ാം ഭാവം ചന്ദ്രൻ. ചന്ദ്രനെ പറ്റി പറയുമ്പോൾ തന്നെ ഭൂമിപരമായിട്ടുള്ള ദോഷങ്ങളും അതുപോലെ തന്നെ മാതൃസ്ഥാനം അതുപോലെ തന്നെ അതൊക്കെ. 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി. ഓക്കെ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് അസോസിയേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി, ഈ വക കാര്യങ്ങളൊക്കെ തടസ്സം വരുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ തന്നെ അവിടെ സ്പെഷ്യലായിട്ടുള്ള വഴിപാടും പൂജകളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ പൂജകളൊക്കെ എല്ലാ ദിവസവും അതിൻ്റേതായിട്ടുള്ള ശക്തിയിൽ നടത്തുന്ന ഒരു അമ്പലമാണ്. ഓക്കെ, അപ്പോൾ ആ അമ്പലത്തിൽ പോകുമ്പോഴത്തേന് നമ്മൾ വളരെയധികം ആ അമ്പലത്തിൽ 100% വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോകാവുള്ളൂ. അതുപോലെ ആ അമ്പലത്തിൽ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിൽ 8:30 മണി കഴിഞ്ഞിട്ട് ഗുരുതി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടെ പോയി നേർച്ച നേരുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ഭദ്രയും ദുർഗയുമാണ്. ഓക്കെ, അപ്പം ആ ദേവി അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം മാറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യവും ആയുസ്സും രോഗങ്ങളിൽ നിന്നൊക്കെ വിടാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാവുള്ളൂ. ഓക്കെ, നമ്മൾ അവിടെ ചെന്നിട്ട് ആ കുരുതികളത്തിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിയാകുമ്പോൾ തീരുമ്പോഴത്തേന് നമ്മൾ പ്രസാദവും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ നിൽക്കരുത്. കാര്യം എന്ന് വെച്ചാൽ തിരിഞ്ഞു പോലും നോക്കരുത്. തിരിഞ്ഞു നോക്കാതെ നമ്മുടെ വണ്ടിയിൽ കയറി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രസാദവും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മിച്ചമുള്ളത് നമ്മുടെ വീടിൻ്റെ കയറി വരുന്ന മുറ്റത്ത് നല്ലൊരു കുഴി കുഴിച്ച് അതിനകത്ത് ഇട്ട് അത് സേഫായിട്ട് വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് വേറെ നാശങ്ങളൊന്നും വരാത്ത രീതിയിൽ, അത് മാന്തി പറിക്കാത്ത രീതിയിൽ അതാക്കി വെക്കുക. ഓക്കെ, ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ അമ്പലത്തിൽ വിശ്വാസം വന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുക്കളും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും ഒക്കെ വന്ന് പൂജയും വഴിപാടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ്, ഞാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞ രീതിയിലാണ് പല കാര്യങ്ങളും കാണുന്നത്. ഒരു ജാതി, ഒരു ദൈവം, ഒരു ശക്തി. ഓക്കെ, ആ ശക്തി മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഒന്നാണ്. നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും വേറെ ഈ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോഴത്തേന് ഈ അക്ലറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് അസ്ട്രോളജറുടെ അടുത്ത് പോയാലും, ഏത് പൂജാരിയുടെ അടുത്ത് പോയാലും, ഏത് അച്ഛന്മാരുടെ അടുത്ത് പോയാലും ആർക്കും ആരുടെയും ഡെസ്റ്റിനി മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ഡെസ്റ്റിനി എന്താണോ, നമ്മുടെ ഗിഫ്റ്റഡ് പാക്കേജ് എന്താണോ, അത് വേറൊരാൾക്ക് തടസ്സം നിൽക്കുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി മാത്രമേ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരമൊക്കെ കൺട്രോൾ ചെയ്ത് മുമ്പിലോട്ട് പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേന് നമ്മുടെ ഉദ്ദേശിച്ച കാര്യം അവിടെ 100% നടക്കും. നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് വഴിപാട് നേർച്ചയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ 100% നടക്കും. അത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് ആ വഴിക്ക് പോകാതിരിക്കരുത്. ആ അമ്പലത്തെ മറക്കുകയും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠയെ മറക്കുകയും അല്ലെങ്കിൽ അമ്പലത്തിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലും വലിയ എന്തെങ്കിലും നാശങ്ങൾ വന്നു ചേരും. ഓക്കെ, എനിവേ, നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി. ഈ ചാനലിൽ വന്ന് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന്. ഞാൻ ഈ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സീ യു നെക്സ്റ്റ്. No.
re